ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാർ നടത്തിയ വെളിപ്പെടുത്തൽ തന്നെയാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. ശബരിമല യുവതീ പ്രവേശന വിവാദങ്ങളിൽ പുതിയ വെളിപ്പെടുത്തലുകളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷനെ പത്മകുമാർ യുവതികളെ മലകയറ്റുന്നതിന് തൊട്ടു മുൻപ് തന്നെയും ADGP S ശ്രീജിത്തിനെയും ആസൂത്രിതമായി ശബരിമലയിൽ നിന്ന് മാറ്റി എന്നാണ് പത്മകുമാർ ഈ ഘട്ടത്തിൽ പറയുന്നത്. വെളിപ്പെടുത്തൽ തന്റെ ആത്മകഥയിലൂടെ വിവരിക്കുമെന്നും പത്മകുമാർ സുഹൃത്തിനോട് പറഞ്ഞു. ഗോകുൽ രമേശാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, 2019 തുടങ്ങുന്ന വേളയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജനുവരി മാസം 1-ാം തീയതി രാത്രിയിലാണ് ശബരിമലയിൽ 2 യുവതികളെ കയറ്റി ആചാരലംഘനം നടത്തുന്നത്. അപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നത് തന്നെയും ADGP ശ്രീജിത്തിനെയും ഒക്കെ ഈ ഘട്ടത്തിൽ അവിടെ നിന്ന് മാറ്റി ആസൂത്രിതമായി 2 പേരെ അവിടെ കയറ്റി എന്നതാണല്ലോ. അപ്പോൾ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പത്മകുമാർ പറയുന്നത്? മാത്രമല്ല, കൂടുതൽ കാര്യങ്ങൾ ഒരു പുസ്തകമായി എഴുതി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെക്കുമെന്നാണോ പത്മകുമാർ ഇപ്പോൾ പറയുന്നത്? 2 വിഷയങ്ങളാണ് അതിനെ ചേർത്ത് വായിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അതായത് ഈ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാർ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പത്മകുമാറിനെതിരെ CPM അച്ചടക്ക നടപടിക്ക് ഒരുങ്ങുകയാണ്. നാളെ ആയിരിക്കും പത്മകുമാറിന്റെ പാർട്ടിയിലെ വിധി അറിയാനായിട്ട് സാധിക്കുക. നാളെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ എന്ത് തരത്തിലുള്ള നടപടിയായിരിക്കും പത്മകുമാറിനെതിരെ സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകും. അങ്ങനെ ഒരു നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പത്മകുമാർ വളരെ ഗുരുതരമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് താൻ പാർട്ടിക്ക് പുറത്ത് എന്തായാലും ആകും, അങ്ങനെയാണെങ്കിൽ താൻ മാത്രമാവില്ല പെടുന്നത്, തന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ചിലരെ കൂടി പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണ് പത്മകുമാർ ഈ സമയത്ത് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്റെ സുഹൃത്തിനോട് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. താനൊരു ആത്മകഥ എഴുതുകയാണ്. ആ ആത്മകഥയിൽ ഈ രീതിയിൽ ഗുരുതരമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ പ്രത്യേകിച്ച് CPM നേതാക്കൾക്കെതിരെയും പിണറായി സർക്കാരിനെതിരെയും നടത്തും എന്നുള്ള കാര്യമാണ് പത്മകുമാർ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ യുവതീ പ്രവേശന വിഷയത്ത് താൻ ചതിക്കപ്പെടുകയായിരുന്നു, തന്നെ കരുവാക്കുകയായിരുന്നു പിണറായി സർക്കാർ എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ യുവതികളെ പ്രവേശിപ്പിക്കുന്ന സമയം തന്നെയും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് പത്മകുമാർ, തന്നെയും ADGP S ശ്രീജിത്തിനെയും മനഃപൂർവ്വമായിട്ട് ശബരിമലയിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുണ്ടായി. തങ്ങളെ മാറ്റി നിർത്തിയതിനു ശേഷമാണ് അവിടെ യുവതികളെ മലകയറ്റിയത് എന്നുള്ളതാണ് പത്മകുമാർ പറയുന്നത്. ശ്രീജിത്തിനെ DGPയും തന്നെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും തിരുവനന്തപുരത്തേക്ക് ആ സമയത്ത് വിളിച്ചു വരുത്തി. തുടർന്ന് തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ ഓഫീസിലിരുന്ന് TV നോക്കുമ്പോഴാണ്, പുലർച്ചെ 3 മണിക്ക് TV ഓണാക്കുമ്പോഴാണ് ഈ രീതിയിൽ യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ചതായിട്ടുള്ള വാർത്ത താൻ അറിയുന്നത് എന്നും മനഃപൂർവ്വമായിട്ട് തന്നെ ചതിക്കുകയായിരുന്നുവെന്നും ഇതിന് പിന്നിൽ പല കരങ്ങളും ഉണ്ട് എന്നുമാണ് പത്മകുമാർ തന്റെ സുഹൃത്തിനോടായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് താൻ എഴുതുന്ന ആത്മകഥയിൽ ഉണ്ടാകും, പരാമർശങ്ങളായിട്ട് ഉണ്ടാകുമെന്നാണ് ഗോകുൽ ദയവായി തുടരുക. ഇപ്പോൾ VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, ഈ ഘട്ടത്തിലാണ് പത്മകുമാറിന് ബോധോദയം ഉണ്ടാകുന്നത്. അതായത് പാർട്ടിയിൽ നിന്നും തനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പാകുന്ന വേളയിൽ ചില കാര്യങ്ങൾ പത്മകുമാർ തുറന്നു പറയുകയാണ്. ഈ യുവതീ പ്രവേശന സമയത്ത് തന്നെയും ADGP ശ്രീജിത്തിനെയും അവിടെ നിന്ന് വളരെ ബോധപൂർവമായി മാറ്റി നിർത്തിയെന്നും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെന്നും അതൊരു പുസ്തകമായി രചിക്കുമെന്നും ഒക്കെ പത്മകുമാർ ഈ വേളയിൽ പറയുന്നുണ്ടാകും. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് അന്ന് തന്നെ എല്ലാവരും അറിഞ്ഞൊരു രഹസ്യമാണ്. അത് പത്മകുമാർ ഈ അവസരത്തിലെങ്കിലും തുറന്നു പറഞ്ഞത് അയ്യപ്പൻ അദ്ദേഹത്തിനെ കൊണ്ട് പറയിച്ചതാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് കൃത്യമായി കളിച്ച വ്യക്തി ഹരിശങ്കറാണ്. ഹരിശങ്കർ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥനായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ പിതാവ് ശങ്കർദാസ് ആ സമയത്ത് ദേവസ്വം ബോർഡിന്റെ മെമ്പറായിരുന്നു എന്നും എല്ലാവർക്കും അറിയാം. ഈ തമിഴ്നാട് ബന്ധമുണ്ട് അദ്ദേഹത്തിന്. ഈ ശങ്കർദാസിന് തമിഴ്നാട്ടിലെ പഴയ DMK ADMKയുടെ നേതാവായിരുന്ന അദ്ദേഹം അവിടുത്തെ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അനീതി സംഘത്തിനെ കൊണ്ടുവരാനുള്ള ആസൂത്രിതമായ ശ്രമമൊക്കെ നടത്തിയ അദ്ദേഹമായിരുന്നു. അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത അദ്ദേഹത്തിന്റെ മകനായ ഹരിശങ്കർ എന്ന് പറഞ്ഞ IPS ഉദ്യോഗസ്ഥനായിരുന്നു. ഇത് കൃത്യമായ ഒരു ആസൂത്രണം പിണറായിയുടെ നേതൃത്വത്തിൽ AK സെന്ററിൽ നിന്ന് പ്ലാൻ ചെയ്തൊരു തിരക്കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഒന്ന് കുറച്ചെങ്കിലും ഈ ശബരിമല ക്ഷേത്രവുമായി ഒരു കുടുംബപരമായ ബന്ധമുണ്ട് എന്ന് അവകാശപ്പെടുന്ന പത്മകുമാറും ഒരു ഈശ്വര ഭക്തനായിട്ടുള്ള ശ്രീജിത്തുമൊക്കെ അതിനെതിരായിട്ട് നിൽക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഈ പത്മകുമാറിന്റെ വെളിപ്പെടുത്തലിൽ പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായതെന്ന് നമ്മൾ കരുതണം. അത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ വാർത്തകൾ പുറത്തു വരട്ടെ, ഓരോരോ സംഭവങ്ങൾ വരട്ടെ. അയ്യപ്പ ഭഗവാൻ ഓരോന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
ഇത് കൃത്യമായ ആസൂത്രണമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരിക്കൽ പോലും യുവതികളെ ശബരിമലയിൽ കയറ്റണം എന്ന ആ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് മാത്രമേ ആ വിധിക്കകത്തുണ്ടായിരുന്നുള്ളൂ. ആ വിധിയെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് സർക്കാരിന്റെ തലത്തിൽ നടപ്പാക്കിയ ഒരു ആസൂത്രിതമായ ഇടിച്ചു കയറ്റലായിരുന്നു ശബരിമലയിൽ നടന്നത്. അതാണ് ഇതിന്റെ പിന്നാമ്പുറത്തുണ്ടായത്. ഏതായാലും പത്മകുമാറിന് ഈ അവസരത്തിൽ ഇങ്ങനെ തോന്നിപ്പിച്ചത് നല്ലതാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ പുറത്തു വരുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. അദ്ദേഹം ഇലക്ഷന് മുമ്പ് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതിരുന്നതും ഇപ്രകാരമുള്ള വെളിപ്പെടുത്തലുകൾ പത്മകുമാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയൊരു അപകടം തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണ്ടും ഉണ്ടാക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അച്ചടക്ക നടപടി സ്വീകരിക്കാതിരുന്നത്. അത് ഇപ്പോൾ അച്ചടക്ക നടപടി സ്വീകരിച്ചു. ഇനി ഒരിക്കലും പാർട്ടിയിലേക്ക് പ്രവേശനം കിട്ടില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞ പത്മകുമാർ ഇത് പുറത്തു പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവട്ടെ. ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ ഒക്കെ കള്ളത്തരങ്ങൾ പൊതുസമൂഹത്തിനെ അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രസ്ഥാനം ഈ കേരള സമൂഹത്തിനോടും സനാതനധർമ്മത്തോടും കാണിക്കുന്ന ചതികൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ. VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിലാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഗോകുലിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. ഗോകുൽ, CPM-ന്റെ നാളെ ജില്ലാ സെക്രട്ടേറിയറ്റാണോ ചേരുന്നത് ഈ പത്മകുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്ന് ചർച്ച ചെയ്യുന്നതിനായി? ഒപ്പം നടപടി വരികയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി ഈ യുവതീ പ്രവേശനത്തിലാണെങ്കിലും അടുത്തിടെ നടന്നിട്ടുള്ള ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിലാണെങ്കിലും അതിൽ CPM-ന്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ ഏതൊക്കെ പ്രമുഖന്മാർ തനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യം വെളിപ്പെടുത്തുമെന്ന സന്ദേശമാണോ ഈ ഘട്ടത്തിൽ പത്മകുമാർ നൽകുന്നത്? അങ്ങനെ തന്നെയാണ്. എന്തായാലും നാളെ ജില്ലാ കമ്മിറ്റി യോഗം ചേരാനിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാന സമിതി യോഗം ചേർന്ന് പത്മകുമാറിനെതിരായിട്ടുള്ള നടപടിക്ക് ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ പത്മകുമാറിനെ ഈ പാർട്ടിയുടെ ഔദ്യോഗിക ചുമതലകളിൽ നിന്നൊക്കെ മാറ്റിയായിരുന്നു. എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അതിനു മുൻപ് പത്മകുമാറിനെ പുറത്താക്കുകയാണെങ്കിൽ ഇതിലും വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമായിരുന്നു എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു നടപടി മാറ്റിവെച്ചിരുന്നത്. എന്തായാലും നാളെ ആ കാര്യത്തിൽ അന്തിമ തീരുമാനം അറിയുവാനായിട്ട് പോവുകയാണ്. പത്മകുമാറിനെ പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം തന്നെയായിരിക്കും ജില്ലാ കമ്മിറ്റി കൈക്കൊള്ളുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പറയുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഈ അച്ചടക്ക നടപടി ഒഴിവാക്കാൻ ഉള്ള ഒരു സമ്മർദ്ദ തന്ത്രം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കഥയും അതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളും ഒക്കെ പത്മകുമാർ നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. എന്തായാലും ഈ സംഭവത്തിൽ അല്ലെങ്കിൽ പത്മകുമാറിനും അതോടൊപ്പം തന്നെ CPM-നും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും ഇതിനുശേഷം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാർട്ടിക്ക് പുറത്തായാൽ പത്മകുമാർ പുറത്തായി കഴിഞ്ഞാൽ പത്മകുമാർ ഒറ്റയ്ക്ക് പുറത്തു പോവുകയില്ല. ഈ രീതിയിൽ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, പ്രത്യേകിച്ച് അന്നത്തെ പിണറായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന പ്രമുഖരെ അടക്കം ഇതിൽ അല്ലെങ്കിൽ ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദത്തിലേക്ക് വലിച്ചിഴച്ചതിന് ശേഷം മാത്രമേ പത്മകുമാർ പുറത്തേക്ക് പോവുകയുള്ളൂ എന്നുള്ള ശക്തമായ സൂചന തന്നെയാണ് പത്മകുമാർ ഇപ്പോൾ നടത്തി കഴിയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ പുസ്തകം ഇറങ്ങിക്കഴിയുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് സ്വർണ്ണ കവർച്ചയടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെളിപ്പെടുത്തലുകൾ കൂടി ഉണ്ടാകും. ഇപ്പോൾ തന്നെ പറയുന്നത് അത് ചെമ്പുപാളിയാണ് എന്ന് ഒപ്പിട്ടത് തന്നെ കൊണ്ട് നിർബന്ധിച്ചിടിപ്പിച്ചതാണ് എന്നുള്ളൊരു പരാമർശം കൂടി അദ്ദേഹം സുഹൃത്തിനോട് നടത്തിയിട്ടുള്ളതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യുവതി പ്രവേശനത്തിനൊപ്പം ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അനധികൃത അല്ലെങ്കിൽ അഴിമതി പോലെയുള്ള ഇടപെടലുകൾ കൂടി കൂടുതൽ വിവരങ്ങൾ പത്മകുമാറിന്റെ ഭാഗത്തു നിന്ന് തന്നെ പൂർണ്ണമായിട്ടും പുറത്തു വരും. അത് CPM-നെ കൂടുതൽ വെട്ടിലാക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. എന്തായാലും രണ്ടു കൂട്ടർക്കും, പത്മകുമാറിനും അതോടൊപ്പം തന്നെ CPM-നും ഗുരുതരമായിട്ടുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന ദിവസങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ എന്തായാലും ഈ സ്വർണ്ണ കവർച്ച കേസിൽ SIT-യുടെ അന്വേഷണം അടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം അവസാന ഘട്ടത്തിലാണ് എന്ന് SIT സംഘം കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറ്റപത്രം അടക്കം ഉടൻ പുറത്തു വരാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ CPM നേതാക്കളുടെ പങ്ക് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അടക്കം എന്തായാലും 18-ാം തീയതി വീണ്ടും ഹൈക്കോടതി ഹർജി പരിഗണിക്കുകയാണ്. ആ സമയം അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് അടക്കം SIT കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ആ വേളയിലൊക്കെ തന്നെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരും. എന്തായാലും ഗോകുൽ ഒന്ന് തുടരും. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ RV ബാബു, അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ ഈ മുൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും CPM നേതാവുമായിട്ടുള്ള പത്മകുമാർ നടത്തുന്ന വെളിപ്പെടുത്തൽ. യുവതീ പ്രവേശന സമയത്ത് തന്നെ ബോധപൂർവം ആ സമയത്ത് ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് പറയുന്നുണ്ട്. ഒപ്പം ചെമ്പുപാളി എന്ന് ഒപ്പിടുവാൻ തന്നെ നിർബന്ധിച്ചു എന്ന് പറയുന്നു. അപ്പോൾ പാർട്ടിയിൽ നിന്നും തനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാകുന്ന ഘട്ടത്തിൽ പത്മകുമാർ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ വലിയൊരു ഗൂഢാലോചന നടന്നു. സർക്കാർ തന്നെ അതിന് നേതൃത്വം കൊടുത്തു. പിണറായി വിജയന്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ
ഒരു വാശിയോട് കൂടിയിട്ടുള്ള സമീപനമാണ് ശബരിമലയുടെ വിഷയത്തിൽ അന്ന് യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ നടപടികളിൽ തെളിഞ്ഞു നിന്നത് എന്നുള്ളത് നമ്മൾ വളരെ നേരത്തെ ചർച്ച ചെയ്ത കാര്യമാണ്. അവിടെ യുവതീ പ്രവേശനത്തിന് വേണ്ടി സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട് എന്ന വ്യാജേന ആസൂത്രിതമായിട്ടുള്ള പല ശ്രമങ്ങളും ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ടും ഭക്തരായ ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടി അജണ്ട നടപ്പാക്കാൻ പറ്റുന്ന ചില ഉദ്യോഗസ്ഥരെ അവിടെ നിയമിച്ചുകൊണ്ടും ഒക്കെ നടത്തിയ നടപടികൾ നമ്മൾ അന്ന് തന്നെ ചർച്ച ചെയ്തതാണ്. അത് പൊതുസമൂഹത്തിന് ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പോ പത്മകുമാർ വെളിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് ചെമ്പുപാളികളാണ് എന്ന് ഒപ്പിടാൻ വേണ്ടി തന്നെ മറ്റുള്ള ചില ആളുകൾ, പാർട്ടിയിൽ നിന്നുള്ള ചില ആളുകൾ തന്നെ നിർബന്ധിച്ചു എന്ന് വാർത്ത വരുമ്പോൾ ഇത് ഈ ശബരിമല കൊള്ള കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നടന്ന കൊള്ളയല്ല, അതിന് പാർട്ടി കൂടി അറിഞ്ഞു നടത്തിയ കൊള്ളയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ വ്യക്തമാവുന്നത്. ഇത് അന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള പാർട്ടി നേതാക്കന്മാർ, അന്നത്തെ ദേവസ്വം മന്ത്രി ഒക്കെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ അവരുടെ പങ്ക്, പോറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ കടകംപള്ളി സുരേന്ദ്രൻ തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ മറച്ചു വെക്കാനും ഈ എല്ലാ കളവുകളെയും മൂടി വെക്കാനും അതിനെ മഹത്വവൽക്കരിക്കാനും ഒക്കെയുള്ള ശ്രമമാണ് പാർട്ടി നേതാക്കന്മാർ നടത്തിയത്. അപ്പോ ഇപ്പോ പത്മകുമാറിന്റെ ഈ വെളിപ്പെടുത്തലിലൂടെ പാർട്ടിയുടെ പങ്ക് എന്താണ് എന്ന് കുറച്ചുകൂടി നമ്മുടെ മുമ്പിൽ വ്യക്തമാവുകയാണ്. പാർട്ടി നേതാവായിട്ടുള്ള പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള പത്മകുമാർ തന്നെ ആ വിഷയം പുറത്തു പറയുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാവുന്നു എങ്ങനെയാണ് പാർട്ടി ശബരിമല പോലുള്ളൊരു ക്ഷേത്രത്തെ കൊള്ളയടിക്കാൻ, ശബരിമല ക്ഷേത്രത്തെ കൊള്ളയടിച്ച് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിന്റെ ചിത്രം വളരെ വ്യക്തമായി മാറുകയാണ്. ഇത് കുറച്ച് ഇനിയും അതിന്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരും. ഇതൊരു ചെറിയ വെളിപ്പെടുത്തൽ മാത്രമാണ്. ഇതൊരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ്, ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇനിയും വലിയ വലിയ വെളിപ്പെടുത്തലുകളുമായിട്ട് പലരും രംഗത്ത് വരും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇത് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കും ഈ വെളിപ്പെടുത്തൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, വളരെ നന്ദി RV ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ വെളിപ്പെടുത്തൽ തന്നെയാണ് പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. യുവതീ പ്രവേശനം നടക്കുന്ന വേളയിൽ തന്നെയും ADGP ശ്രീജിത്തിനെയും വളരെ ബോധപൂർവമായി അവിടെ നിന്നും നീക്കുവാനുള്ള ശ്രമം ഉന്നതരുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് പത്മകുമാർ ഈ വേളയിൽ പറയുന്നത്.